Dear friends, you are welcome to Historia. ഹിസ്റ്റോറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയൊരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ടു നിലവാരത്തിൽ എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ എക്സാമിനും അതോടൊപ്പം ഇനി വരുന്ന സെപ്റ്റംബർ നവംബറിലായിട്ട് വരുന്ന നമ്മുടെ ഡിഗ്രി നിലവാരത്തിലെ എക്സാമിനും അതിന് ബന്ധപ്പെട്ട ആ രണ്ട് സിലബസിനും ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് ഇപ്പോൾ നമ്മൾ എടുത്തു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മിഡീവൽ ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ മിഡീവൽ ഇന്ത്യ പാർട്ട് 1 എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ മിഡീവൽ ഇന്ത്യയുടെ സ്റ്റാർട്ടിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, മിഡീവൽ ഇന്ത്യയുടെ രണ്ടാം ഭാഗമാണ് നമ്മളിന്ന് ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ മിഡീവൽ ഇന്ത്യ നമുക്ക് രണ്ട് സിലബസിനും പ്ലസ് ടു നിലവാരത്തിലുള്ള സിലബസിനും ഡിഗ്രി നിലവാരത്തിലുള്ള സിലബസിനും ആവശ്യമുള്ള ഭാഗമാണ് മിഡീവൽ ഇന്ത്യ. അപ്പോൾ അതിൽ ഒരു പാർട്ട് മിഡീവൽ ഇന്ത്യ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അതെടുത്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാവുന്ന മിഡീവൽ ഇന്ത്യ പാർട്ട് 2 ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ മിഡീവൽ ഇന്ത്യയുടെ കാലഘട്ടം, മധ്യകാലഘട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1192 മുതൽ 1857 വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ മധ്യകാലഘട്ടം, ഇന്ത്യ ചരിത്രത്തിൻ്റെ മധ്യകാലഘട്ടം അല്ലെങ്കിൽ മുസ്ലിം പീരീഡ് ഒക്കെ നമ്മൾ പൊതുവെ പറയുന്നത് 1192 മുതൽ 1857 ബ്രിട്ടീഷ് കാലഘട്ടം ആരംഭിക്കുന്നു. അത്രയും കാലഘട്ടമാണ് മധ്യകാലഘട്ടം അല്ലെങ്കിൽ മിഡീവൽ പീരീഡ് അല്ലെങ്കിൽ മുസ്ലിം പീരീഡ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഉന്നത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യ ആദ്യമായി ആക്രമിച്ച മുസ്ലിം ഭരണാധികാരി എന്നുള്ളത് AD 712 മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്നതാണ്. 712 മുഹമ്മദ് ബിൻ കാസിം ആക്രമിച്ചത്. അതിനുശേഷം മഹ്മൂദ് ഗസ്നി 17 തവണ 1101 വെഹിന്ദ് യുദ്ധത്തോടുകൂടി 1101 1801 1808 രണ്ട് വെഹിന്ദ് യുദ്ധം, അതിൽ മുഹമ്മദ് ഗസ്നി ആക്രമിക്കുന്നു. 1025 സോമനാഥ ക്ഷേത്രം, അങ്ങനെ ഏകദേശം 17ഓളം ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടത്തിയാണ് മുഹമ്മദ് ഗസ്നി. അപ്പോൾ മുഹമ്മദ് ബിൻ കാസിം 712 ആക്രമിച്ചു. അത് കഴിഞ്ഞാൽ മുഹമ്മദ് ഗസ്നി, അത് കഴിഞ്ഞാൽ മുഹമ്മദ് ഗോറി ഇന്ത്യ ആക്രമിക്കുന്നു. 1192 1191 2 വർഷങ്ങളായിട്ട്. 1192 ഒന്നാം തറ യുദ്ധം, അതിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെടുന്നു. 1192 മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ ഭരണം ആരംഭിക്കുന്നു, മുസ്ലിം ഭരണം ആരംഭിക്കുന്നു. അതോടുകൂടിയാണ് മുസ്ലിം ഭരണം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്, മധ്യകാലഘട്ടം ആരംഭിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ട് 1 പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ആരംഭിക്കുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം ഏതാണെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് പാർട്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഈ മുഹമ്മദ് ഗോറി ആക്രമിച്ച് ഇന്ത്യയെ കീഴടക്കി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി മുസ്ലിം ഭരണം ഇന്ത്യയിൽ ആരംഭിക്കണം. അവിടെ ഞങ്ങളുടെ ഈ 1192 മുതൽ 1057 വരെ ഇന്ത്യയിൽ മുസ്ലിം ഭരണമാണ് ഉണ്ടായത്. സുൽത്താനേറ്റ് പീരീഡ് എന്നാണ് നമ്മൾ അതിനെ പറയാം, സുൽത്താനേറ്റ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും 4 രാജവംശങ്ങൾ നമുക്കുണ്ട്. പ്രധാനമായിട്ടും 4 രാജവംശങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് അടിമ വംശം ആദ്യമുണ്ട്, അത് കഴിഞ്ഞാൽ ഗിൽജി രാജവംശമുണ്ട്, തുഗ്ലക് രാജവംശമുണ്ട്, സെയ്ദ് രാജവംശമുണ്ട് ആൻഡ് ലോധി രാജവംശം. ഇത്രയും രാജവംശങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതാണ് നമ്മൾ സുൽത്താനേറ്റ് പീരീഡ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ അതിനുശേഷം മുഗൾ ഭരണമാണ് വരുന്നത്. അതും കൂട്ടിച്ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത് മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ സുൽത്താനേറ്റ് പീരീഡാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ ആദ്യത്തെ രാജവംശമായ സ്ലേവ് ഡൈനാസ്റ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത്. അടിമവംശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ മാമലൂക്ക് രാജവംശം അല്ലെങ്കിൽ യാമിനി ഡൈനാസ്റ്റി എന്നൊക്കെ പറയുന്ന രാജവംശമാണ് ഇത് സ്ലേവ് ഡൈനാസ്റ്റി. അപ്പോൾ അധികം മുഹമ്മദ് ഗോറി ഇവിടെ ആക്രമിച്ച് ഭരണം സ്ഥാപിച്ച ശേഷം അദ്ദേഹം മരിച്ച ശേഷം അധികാരത്തിൽ പിന്നെ വരുന്നത് കുത്തബുദ്ദീൻ ഐബക്കാണ്. അദ്ദേഹത്തിന് അടിമയായ മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്ന കുത്തബുദ്ദീൻ ഐബക്കാണ് ഇന്ത്യയിൽ സ്ലേവ് രാജവംശം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കുന്നത്. മറക്കണ്ട, സ്ലേവ് രാജവംശം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് കുത്തബുദ്ദീൻ ഐബക്കാണ്. 1206 മുതൽ 1210 വരെയാണ് ആരുടെ കാലഘട്ടം? കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ കാലഘട്ടം. വളരെ കുറച്ച് കാലം മാത്രമേ അദ്ദേഹം ഇന്ത്യയിൽ ഭരിച്ചുള്ളൂ. 1206 മുതൽ 1210 വരെയുള്ള കാലഘട്ടമാണ് കുത്തബുദ്ദീൻ ഐബക്ക്. അപ്പോൾ കുത്തബുദ്ദീൻ ഐബക്കാണ് സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ മാമലൂക്ക് രാജവംശം അല്ലെങ്കിൽ യാമിനി ഡൈനാസ്റ്റി എന്നൊക്കെ പറയുന്ന ഈ രാജവംശം സ്ഥാപിച്ച ആൾ കുത്തബുദ്ദീൻ ഐബക്കാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ ഭരണത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങളെക്കുറിച്ചും എല്ലാം നമുക്ക് അറിവ് കിട്ടുന്നത് താജുൽ മാസിർ എന്ന് പറയുന്ന ഒരു പുസ്തകം, താജുൽ മാസിർ ഹസൻ നിസാമി എഴുതിയ താജുൽ മാസിർ എന്ന പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം കൂടുതൽ കിട്ടുന്നത്. മറക്കണ്ട, ബുക്കിൻ്റെ പേര് മറക്കണ്ട, താജുൽ മാസിർ എഴുതിയത് ഹസൻ നിസാമിയാണ്. ഈ പുസ്തകത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രകാരൻ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ ചരിത്രകാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് കുത്തബുദ്ദീൻ ഐബക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ താജുൽ മാസിർ എഴുതിയതാരാണ്? ഹസൻ നിസാമി, മറക്കണ്ട. അങ്ങനെ കുത്തബുദ്ദീൻ ഐബക്ക് രാജവംശം സ്ഥാപിക്കുന്നു. ലാഖ് ബാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നതും കുത്തബുദ്ദീൻ ഐബക്കാണ്. ലാഖ് ബാഷ് എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവനർത്ഥം. ലക്ഷങ്ങൾ ദാനം ചെയ്യുന്ന ലാഖ് ബാഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളും കുത്തബുദ്ദീൻ ഐബക്കാണ് എന്ന് ഓർത്തിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു. സ്ലേവ് ഡൈനാസ്റ്റി രാജവംശം സ്ഥാപിച്ച ആളാണ്. ലാഖ് ബാഷ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞു. ഹസൻ നിസാമിയുടെ താജുൽ മാസിർ എന്ന പുസ്തകത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നത്. ഓർത്തുക പീരീഡ് ഓർത്തുക 1206 മുതൽ 1210 വരെ ജസ്റ്റ് 4 വർഷം മാത്രമേ അദ്ദേഹം ഇന്ത്യയിൽ ഭരിക്കുന്നുള്ളൂ. പിന്നീട് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കണം. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന്,
ഒന്ന് ഇക്ത സമ്പ്രദായം. ഇക്ത സമ്പ്രദായം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്ന ആൾ ഈ ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ഇക്ത സമ്പ്രദായം ഭൂമിയെ ഇക്തകളാക്കി തരംതിരിക്കുക. നമ്മളിന്ന് പ്രവിശ്യകൾ എന്നൊക്കെ പറഞ്ഞതിൽ അതിനെ ഇക്തകളാക്കി തരംതിരിക്കുക ഭൂമികളെ. ഇക്താദാർ എന്ന് പറയുന്ന ആളാണ് ഭരണം നടത്തി. ഇക്തകളെല്ലാം ഓരോ ഇക്തകളും ഭരിച്ചിരുന്ന ഇക്താദാർ. അങ്ങനെ ഇക്ത സമ്പ്രദായം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ഖുത്ബുദ്ദീൻ ഐബക്കാണ് ഇക്ത സമ്പ്രദായം കൊണ്ടുവന്നതെങ്കിൽ പോലും അതൊന്നും കൂടി വളരെ വിപുലമായി നടപ്പിലാക്കിയ ആൾ ആരായിരുന്നു? ഇൽത്തുമിഷ് ആയിരുന്നു നോക്കുക. അപ്പോൾ ഇക്ത സമ്പ്രദായം കൊണ്ടുവന്ന ആൾ അദ്ദേഹമാണ്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക് രീതിയിലുള്ള ഇന്ത്യയിൽ ആദ്യത്തെ ഒരു നിർമ്മിതിയാണ് കുവൈത്തുൽ ഇസ്ലാം എന്ന് പറയുന്നത്. കുവൈത്തുൽ ഇസ്ലാം ഇന്ത്യയിൽ ആദ്യത്തെ ഇസ്ലാമിക രീതിയിലുള്ള ഒരു നിർമ്മിതി, ഒരു ബിൽഡിംഗ് ആണ് കുവൈത്തുൽ ഇസ്ലാം. ഇത് സ്ഥാപിച്ചാലും ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ഒന്ന്. പിന്നീട് മറ്റൊന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാനമായിട്ടും ഒന്ന് കുത്തബ് മിനാർ. നമുക്കറിയാം കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിച്ചതാളും ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്കാണ്. നമുക്കറിയാം ഖ്വാജ ബക്തിയാർ കാക്കി എന്ന സൂഫി വരൻ്റെ സ്മരണയ്ക്കാണ് ഖുത്ബുദ്ദീൻ ഐബക്ക് സ്ഥാപിക്കുന്നത്, നമ്മൾ ഈ പറയുന്ന കുത്തബ് മിനാർ സ്ഥാപിക്കുന്നത്. പക്ഷേ പിന്നീട് അതിൻ്റെ പണി പൂർത്തിയാക്കിയ ആൾ ആരായിരുന്നു? ഇൽത്തുമിഷ് ആയിരുന്നു കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ കുത്തബ് മിനാർ പണിത് ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്കാണ്. പക്ഷേ അതിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്ത ആളാരാണ്? ഇൽത്തുമിഷ് ആയിരുന്നു. പിന്നീട് അതിൻ്റെ ഫ്രണ്ടിലൊരു കവാടൊക്കെ വരുന്നുണ്ട്, അലൈ ദർവാസ എന്ന് പറയും. ആ അലൈ ദർവാസ സ്ഥാപിച്ച ആൾ അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പോൾ 3 ആളുകളുടെ എന്താ പറയുക ഇൻ്റർഫിയറൻസ്, 3 ആളുകളുടെ പാർട്ടിസിപ്പേഷൻ അതിൽ വരുന്നത്. അപ്പോൾ ഓർത്തിക്കുക, കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിച്ച ആൾ ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ഇസ്ലാമിക രീതിയിലുള്ള ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിതിയായ കുവൈത്തുൽ ഇസ്ലാം അത് സ്ഥാപിച്ച ആളും ആരാണ്? നിർമ്മിച്ച ആളും ഖുത്ബുദ്ദീൻ ഐബക്കാണ്. അതുകൂടാതെ ഒന്ന് അജ്മീരിൽ ദിൻബന എന്ന് പറയുന്ന ആ ഒരു നിർമ്മിതി സ്ഥാപിച്ച ആളാരാണ്? നമ്മൾ പറയുന്ന ഈ ഖുത്ബുദ്ദീൻ ഐബക്കാണെന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഖുത്ബുദ്ദീൻ ഐബക്കുമായി പ്രധാനമായിട്ടും ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത്ര വളരെ കുറച്ച് കാര്യങ്ങളെ ഖുത്ബുദ്ദീൻ ഐബക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ മറക്കേണ്ട, സ്ലൈവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ മാമുലൂക്ക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ യാമിനി രാജവംശം സ്ഥാപിച്ചാൽ ഖുത്ബുദ്ദീൻ ഐബക്കാണ്. 1206 മുതൽ 1210 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഇനി അദ്ദേഹം അറിയപ്പെട്ടത് ലാക്ക് ബാക്ഷ് അല്ലെങ്കിൽ ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്കാണ് എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ട പഠിക്കുക. ഒന്ന് ഇസ്ലാമിക രീതിയിലുള്ള ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിതിയായ ഏതാണ്? കുവൈത്തുൽ ഇസ്ലാം സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിച്ച ആളും ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ആരുടെ സ്മരണയ്ക്കായിരുന്നു? ഖ്വാജ ബക്തിയാർ കാക്കി എന്ന സൂഫി വരൻ്റെ സ്മരണയ്ക്കാണ് കുത്തബ് മിനാർ സ്ഥാപിച്ചത്. പിന്നെ ദിൻബന എന്ന് പറയുന്ന ആ ഒരു നിർമ്മിതി ഓർത്ത് വയ്ക്കുക, അജ്മീരിലാണത്. ഇത് സ്ഥാപിച്ചാലും ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ഇനി ഖുത്ബുദ്ദീൻ ഐബക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കിട്ടുന്നത് ഹസൻ നിസാമിയുടെ താജുൽ മാസിർ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണെന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. പിന്നീട് ഖുത്ബുദ്ദീൻ ഐബക്കുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത് ഖുത്ബുദ്ദീൻ ഐബക്കിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ആരംഷയാണ് അധികാരത്തിൽ വന്നത്. പക്ഷേ ആരംഷയ്ക്ക് അദ്ദേഹം ഒരു ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭരണാധികാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യമായിട്ട് ഭരണം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. സോ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി പിന്നീട് അധികാരത്തിൽ വന്ന ആൾ ഇൽത്തുമിഷ് ആയിരുന്നു. ആരാണ്? അതിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്ന വ്യക്തി ഇൽത്തുമിഷ് ആയിരുന്നു എന്ന കാര്യം കൊടുക്കും. ഹീസ് ദ റിയൽ ഫൗണ്ടർ ഓഫ് സുൽത്താനേറ്റ് പീരീഡ്. ഈ സുൽത്താനേറ്റ് പീരീഡിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആൾ ഇൽത്തുമിഷ് ആയിരുന്നു. ഈ ഖുത്ബുദ്ദീൻ ഐബക്ക് സ്ലേവ് ഡൈനാസ്റ്റി രാജവംശം സ്ഥാപിച്ചു, രാജവംശം സ്ഥാപിച്ചു. എങ്കിൽ പോലും ആ അടിമ രാജവംശം യഥാർത്ഥ സ്ഥാപകൻ, അതൊന്നും കൂടി വിപുലമാക്കി യഥാർത്ഥ സ്ഥാപകൻ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഇൽത്തുമിഷ് ആയിരുന്നു പറയാം. അപ്പോൾ ആരംഷയെ പരാജയപ്പെടുത്തിയാണ് അധികാരത്തിൽ വരുന്നത് ഇൽത്തുമിഷ് വരുന്നത്. 1210 മുതൽ 1236 വരെ 26 വർഷമാണ് ഇൽത്തുമിഷ് അധികാരത്തിൽ. അപ്പോൾ ഈ സ്ലേവ് ഡൈനാസ്റ്റിയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ആളാണ് ഇൽത്തുമിഷ് എന്ന് പറയുന്ന ആൾ. 1210 മുതൽ 1236 വരെ 26 വർഷമാണ് ഇൽത്തുമിഷ് അധികാരത്തിൽ വന്നത്. ഈ നമ്മൾ പറഞ്ഞ ഖുത്ബുദ്ദീൻ ഐബക്ക് കൊണ്ടുവന്ന ആ ഒരു ഇക്ത സമ്പ്രദായം ഒന്നും കൂടി വളരെ വിപുലീകരിച്ച് വളരെ വിശാലമായി നടപ്പിലാക്കിയ വ്യക്തിയാണ് ആര്? ഇൽത്തുമിഷ് എന്ന് പറയുന്ന വ്യക്തി. അതോടൊപ്പം തന്നെ നാണയങ്ങളിൽ എന്താണ് ഖലീഫയുടെ പ്രതിനിധി എന്ന് സ്വയം രേഖപ്പെടുത്തിയ വ്യക്തി അല്ലെങ്കിൽ വിശേഷിപ്പിക്കുക വ്യക്തിമാരാണ്? ഇൽത്തുമിഷാണ്. കാരണം ഇൽത്തുമിഷിന് ബാഗ്ദാദിലെ ഖലീഫ ഇൽത്തുമിഷിന് സുൽത്താൻ ഇ അസം എന്ന ബഹുമതി നൽകിയിരുന്നു. ബാഗ്ദാദിലെ ഖലീഫ ഇൽത്തുമിഷിന് സുൽത്താൻ ഇ അസം എന്നൊരു ബഹുമതി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ നാണയങ്ങളും അദ്ദേഹം ഖലീഫയുടെ പ്രതിനിധി എന്ന് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധി എന്ന് രേഖപ്പെടുത്തിയ ഭരണാധികാരി ആരാണെന്ന് വെച്ചുള്ളത് ഇൽത്തുമിഷാണ്. ബാഗ്ദാദിലെ ഖലീഫ എന്താണ് സുൽത്താൻ ഇ അസം എന്ന് രേഖപ്പെടുത്തിയ എന്ന ബഹുമതി നൽകിയ വ്യക്തിയും
ആരാണ് നമ്മൾ പറയുന്ന ഇൽത്തുമിഷാണ് ഓർത്തിക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹം ദൈവത്തിൻ്റെ പ്രതി എന്ന രീതിയിലൊക്കെ ഒരു ഭരണം നടത്താൻ ശ്രമിച്ച ഒരാളാണ്. അതോടൊപ്പം അടിമകളുടെ അടിമ എന്ന പേരിലും അറിയപ്പെട്ട വ്യക്തിയാണ് ഇൽത്തുമിഷ്. കാരണം എന്താ വെച്ചാൽ ഖുത്ബുദ്ദീൻ ഐബക്ക് ആരുടെ അടിമയായിരുന്നു? മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്നു ഖുത്ബുദ്ദീൻ ഐബക്ക്. ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെയും അടിമയായിരുന്നു ആര്? ഈ പറഞ്ഞ ഇൽത്തുമിഷ്. അതുകൊണ്ട് അടിമയുടെ അടിമ എന്നറിയപ്പെട്ട വ്യക്തിയാണ് ആര്? ഈ പറഞ്ഞ ഇൽത്തുമിഷ്. അടിമയുടെ അടിമ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇൽത്തുമിഷ്. അതോടൊപ്പം ദൈവദാസന്മാരുടെ സഹായി എന്നറിയപ്പെടുന്ന വ്യക്തി, ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന പേരിലൊക്കെ ഭരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ഇൽത്തുമിഷാണ്. അപ്പോൾ ഇൽത്തുമിഷുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിക്കുക. ഇനി അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് 2 കാര്യം കൂടി ഇൽത്തുമിഷുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പഠിക്കുക. ഒന്ന്, ഈ പറഞ്ഞ കുത്തബ് മിനാറിൻ്റെ പണി പരിപൂർണമായും കഴിയിച്ച ആൾ, അല്ലെങ്കിൽ പരിപൂർണമായി അത് അവസാനിപ്പിച്ച വ്യക്തിയാണ് ആരാണ്? ഈ പറഞ്ഞ ഇൽത്തുമിഷാണ്. അപ്പോൾ കുത്തബ് മിനാർ പണി ആരംഭിച്ച ആൾ ഐബക്കും, പണി കംപ്ലീറ്റ് ചെയ്ത ആൾ ഇൽത്തുമിഷാണ്. പിന്നെ ഇൽത്തുമിഷുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുക. ഒന്ന്, ഇദ്ദേഹം ഒരു നാണയം ഇറക്കിയിരുന്നു. ഏതാണ് പ്രധാനപ്പെട്ട നാണയങ്ങൾ? 2 നാണയങ്ങളാണ് പ്രധാനപ്പെട്ട. ഒന്ന്, തങ്ക എന്ന് പറയുന്ന വെള്ളി നാണയം, അതോടൊപ്പം തന്നെ ജിറ്റാൾ എന്ന് പറയുന്ന ചെമ്പ് നാണയം. മറക്കണ്ട, തങ്ക എന്ന് പറയുന്ന വെള്ളി നാണയവും ജിറ്റാൾ എന്ന് പറയുന്ന ചെമ്പ് നാണയവും ഇറക്കിയ വ്യക്തിമാരാണ് നമ്മൾ പറഞ്ഞ ഇൽത്തുമിഷാണെന്ന കാര്യം കൂടി മറക്കാതെ പഠിച്ചു വയ്ക്കുക. പിന്നെ മുൾട്ടാൻ, ലാഹോർ തുടങ്ങിയ ചില പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം അറ്റാക്ക് ചെയ്ത് ആക്രമിച്ച് കീഴടക്കിയ വ്യക്തിമാരാണ് ഈ പറയുന്ന ഇൽത്തുമിഷാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൽത്തുമിഷുമായി ബന്ധപ്പെട്ട്. ഇൽത്തുമിഷ് മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മകളായ റസിയ സുൽത്താനയാണ് പിന്നീട് അധികാരത്തിൽ വരുന്നത്. പക്ഷേ റസിയ സുൽത്താനയ്ക്കും അധികകാലം ഭരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ബാൽബനാണ് പിന്നീട് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അത്രയും അടുത്ത ക്ലാസ് നമുക്ക് റസിയ സുൽത്താന, ബാൽബൻ തുടങ്ങിയ ആളുകളെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഫൈനലി കൈക്കുബാദ്, സ്ലേവ് ഡൈനാസിയുടെ അവസാനത്തെ ഭരണാധികാരി കൈക്കുബാദാണ്. അത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമ്മുടെ സ്ലേവ് ഡൈനാസി നമുക്ക് കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ 2 ആളുകളാണ് പ്രധാനം പഠിക്കുന്നത്. ഒന്ന്, ഈ സ്ലേവ് ഡൈനാസിയുടെ സ്ഥാപകനായിട്ടുള്ള ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്ക്. അതിനുശേഷം വന്ന ഈ സ്ലേവ് ഡൈനാസി യഥാർത്ഥ സ്ഥാപകൻ, അതൊന്നുകൂടി വിപുലീകരിച്ച് യഥാർത്ഥ സ്ഥാപനം എന്നറിയപ്പെടുന്ന ഇൽത്തുമിഷ്. ഇങ്ങനെ 2 ആളുകളെക്കുറിച്ചാണ് നമ്മളിന്ന് ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഈ 2 വ്യക്തികളെക്കുറിച്ചും അവരുടെ ഈ പറഞ്ഞ പരിഷ്കാരങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.